നമ്മൾ നായകൾ മുതൽ പലതരം മൃഗങ്ങളെ വീട്ടിൽ വളർത്തി അവരുമായി നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതേ മൃഗങ്ങൾ സ്വന്തം ഉടമയെ തന്നെ കൊല്ലുന്ന അവസ്ഥ വന്നാലോ? അതൊരു ഭീകരമായ അവസ്ഥയാണ്. ഉദാഹരണത്തിന് 2011 സൗത്ത് ആഫ്രിക്കയിൽ ഒരു നീർക്കുതിര അതിൻ്റെ ഉടമയെ ആക്രമിച്ചു. അതൊരു സാധാരണ ആക്രമണമല്ലായിരുന്നു. ആ നീർക്കുതിര തൻ്റെ ഉടമയെ കടിച്ചു കീറുകയും വെള്ളത്തിൽ മുക്കി കൊല്ലുകയുമാണ് ചെയ്തത്. അത്തരത്തിൽ മൃഗങ്ങൾ സ്വന്തം ഉടമകളെ തന്നെ ആക്രമിച്ച ഞെട്ടിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാന്ദ്ര പിയോവസാനും വുൾഫ് ഡോഗ്സും. ചെന്നായയുടെയും നായയുടെയും ഗുണങ്ങളുള്ള ഒരു സങ്കര ഇനമാണ് വുൾഫ് ഡോഗ്സ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചെന്നായകൾ വളരെ അപകടകാരികളാണ്. അവയെ വളർത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അതൊരു വുൾഫ് ഡോഗ് ആണെങ്കിൽ അത് അതിനേക്കാൾ അപകടകരമാണ്. 2006 പെൻസിൽവേനിയയിലെ സാന്ദ്ര പിയോവസാൻ തൻ്റെ വീട്ടിൽ കുറേ വുൾഫ് ഡോഗുകളെ വളർത്തിയിരുന്നു. ഏതൊരു മൃഗത്തെയും സ്നേഹിച്ചാൽ നമുക്കൊപ്പം നിർത്താൻ കഴിയും എന്നായിരുന്നു അവളുടെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം അവൾക്ക് വലിയ വിനയായി മാറി. ഒരു ദിവസം പതിവ് പോലെ സാന്ദ്ര അവയുടെ കൂട്ടിലേക്ക് ചെന്നപ്പോൾ വുൾഫ് ഡോഗുകൾ അവളെ കൂട്ടമായി ആക്രമിച്ചു. അവൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പോലും സമയം കിട്ടിയില്ല. പോലീസ് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കാരണം അമിതമായ രക്തസ്രാവം മൂലം അപ്പോഴേക്കും സാന്ദ്ര മരിച്ചിരുന്നു. മാരിയസ് എൽസും ഹിപ്പോകളും. സൗത്ത് ആഫ്രിക്കയിൽ മാരിയസ് എൽസ് എന്ന കർഷകൻ ഒരു ഹിപ്പോയെ തൻ്റെ വളർത്തുമൃഗമായി കൂടെ കൂട്ടിയിരുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരിയായ മൃഗമാണ് ഹിപ്പോ എങ്കിലും മാരിയസ് അതിനെ സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചത്. അദ്ദേഹം അതിനോടൊപ്പം നീന്തുകയും അതിൻ്റെ പുറത്ത് സവാരി നടത്തുകയും ചെയ്യുമായിരുന്നു. ഇത്രയധികം സ്നേഹം കൊടുത്തിട്ടും ആ ഹിപ്പോ മാരിയസിനെ കടിച്ചുകീറി നദിയിൽ മുക്കിക്കൊന്നു. വന്യതയിലേക്ക് വിടേണ്ടിയിരുന്ന ഒരു മൃഗമായിരുന്നു അത്. ഇതിനു മുൻപും അത് പലപ്പോഴും ദേഷ്യം കാണിച്ചിരുന്നു. ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചതുകൊണ്ട് മാത്രമാണ് മാരിയസിന് ഈ ഗതി വന്നത്. ട്രാവിസ് ചിമ്പാൻസി. തൻ്റെ കൂട്ടുകാരിയുടെ വളർത്തു ചിമ്പാൻസിയായ ട്രാവിസിൻ്റെ ആക്രമണത്തിനിരയായവളാണ് ചാർല നാഷ്. ട്രാവിസ് വളരെ ബുദ്ധിമാനായ ചിമ്പാൻസിയായിരുന്നു. പല പരസ്യങ്ങളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ സ്വഭാവമാറ്റത്തിനിരയായത് പാവം ചാർലയാണ്. 2009 ഫെബ്രുവരിയിൽ സാന്ദ്രയുടെ വീട്ടിലെത്തിയ ഉടനെ ചിമ്പാൻസി ചാർലയെ അതിക്രൂരമായി ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ചാർലയുടെ മുഖവും കൈകളും കണ്ണുമെല്ലാം പൂർണ്ണമായും തകർന്നുപോയി. ആ ചിമ്പാൻസി ചാർലയുടെ കൈകൾ കടിച്ചു മുറിച്ചു കളഞ്ഞു. പോലീസ് വന്ന് ചാർലയെ രക്ഷിച്ചെങ്കിലും പിന്നീട് ഡോക്ടർമാർക്ക് അവളുടെ മുഖം ശരിയാക്കിയെടുക്കാൻ മുഖം വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ വരെ ചെയ്യേണ്ടി വന്നു. ഡാൻ ബ്രാൻഡനും പാമ്പും. ഇംഗ്ലണ്ടിലെ ഡാൻ ബ്രാൻഡിന് പാമ്പുകളെ വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. 8 അടിയിലധികം നീളമുള്ള 9 പാമ്പുകളെ അദ്ദേഹം തൻ്റെ കിടപ്പുമുറിയിലാണ് താമസിപ്പിച്ചിരുന്നത്. എപ്പോഴും അവയുടെ കൂടെയായിരുന്നു ഡാനിൻ്റെ ജീവിതം. പാമ്പുകൾക്ക് പുറമെ ചിലന്തികളെയും അദ്ദേഹം വളർത്തിയിരുന്നു. വർഷങ്ങളായി അദ്ദേഹം ഈ മലമ്പാമ്പുകളെ കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇതിൽ ടൈനി എന്നു പേരുള്ള ഒന്നിനെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. പെട്ടെന്നൊരു ദിവസം ഡാനിൻ്റെ മുറിയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം അമ്മ കേട്ടു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഡാൻ തറയിൽ മരിച്ചു കിടക്കുകയാണ്. ശ്വാസം മുട്ടിയാണ് ഡാൻ മരിച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാമ്പ് ടൈനി ശരീരത്തിനടുത്തായി ഉണ്ടായിരുന്നു. കെല്ലി ആൻഡ് വോൾസും കരടിയും. 2009 പെൻസിൽവേനിയയിലാണ് ഈ സംഭവം നടന്നത്. കെല്ലി ആൻഡ് വോൾസ് ഒരു കറുപ്പ കരടിയെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ സ്വന്തം മകനെ പോലെ വളർത്തുകയായിരുന്നു. മൃഗങ്ങളെ ചെറുപ്പം മുതലേ വളർത്തിയാൽ അവയുമായി നല്ലൊരു ബന്ധമുണ്ടാകുമെന്നും മൃഗത്തിൻ്റെ വലിപ്പമൊന്നും അതിൽ പ്രശ്നമല്ല എന്നും അവർ വിശ്വസിച്ചു. പക്ഷേ 2009 ആ വിശ്വാസം തെറ്റാണെന്ന് ലോകത്തിന് ബോധ്യമായി. മക്കളും അയൽവാസികളും നോക്കി നിൽക്കെ കരടിയുടെ കൂട് വൃത്തിയാക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കെല്ലിയെ ആക്രമിച്ചു. അയൽവാസി കരടിയെ വെടിവെച്ച് അവളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും കരടിയുടെ കരുത്തിനു മുന്നിൽ കെല്ലിയുടെ ജീവൻ രക്ഷിക്കാൻ അവർക്കായില്ല. പാം വീവറും ഒട്ടകവും. 2007 ഓസ്ട്രേലിയയിൽ പാം വീവർ എന്ന സ്ത്രീയെ സ്വന്തം ഒട്ടകം തന്നെയാണ് കൊന്നത്. പാമിന് മൃഗങ്ങളെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഭർത്താവ് 60ാം ജന്മദിനത്തിന് സമ്മാനമായി നൽകിയതായിരുന്നു ഈ ഒട്ടകത്തെ. അവർക്കൊട്ടകത്തെ വലിയ കാര്യമായിരുന്നു. എന്നും അതിന് തീറ്റ കൊടുക്കുമായിരുന്നു. ഒരു വൈകുന്നേരം പതിവ് പോലെ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ഒട്ടകം അവളെ ആക്രമിച്ച് നിലത്തിട്ട് ചവിട്ടിക്കൊന്നു. ഒട്ടകത്തിൻ്റെ ഇണചേരൽ സമയത്തെ സ്വഭാവമാറ്റമോ മറ്റോ ആകാം ഇതിന് കാരണം. ഒട്ടകം മുൻപും ചില കുസൃതികൾ കാണിച്ചെങ്കിലും പാം അത് കാര്യമാക്കിയില്ല. ഒടുവിൽ ആ ജീവൻ തന്നെ അതിന് കൊടുക്കേണ്ടി വന്നു. മാർക്ക് വോഗലും വിദേശ വളർത്തുമൃഗങ്ങളും. 30 വയസ്സുകാരനായ മാർക്ക് വോഗലിന് വിചിത്രമായ മൃഗങ്ങളോടായിരുന്നു ഇഷ്ടം. തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിറയെ ചിലന്തികളെയും പാമ്പുകളെയും അദ്ദേഹം വളർത്തിയിരുന്നു.
ഒടുവിൽ അത് തന്നെ അദ്ദേഹത്തിൻ്റെ മരണകാരണമായി. ബെറ്റീന എന്ന പേരുള്ള ഒരു ബ്ലാക്ക് വിഡോ ചിലന്തിയെ അദ്ദേഹം വളർത്തിയിരുന്നു. 2004 പോലീസ് അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ ദിവസങ്ങളായി അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു. മുറിയിലാകെ 200-ലധികം ചിലന്തികളും പാമ്പുകളും ചിതലുകളുമെല്ലാം മൃതദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ആ ചിലന്തി കടിച്ചതാണ് മരണകാരണമെന്നും അതിനുശേഷം മറ്റ് മൃഗങ്ങൾ ശരീരം ഭക്ഷിച്ചതെന്നുമാണ് കരുതുന്നത്. ആൻഡ്രൂ ഓബർലെയും ചിമ്പാൻസിയും. 2012 ചിമ്പാൻസികളുടെ ആക്രമണത്തിനിരയായ ആൻഡ്രൂ ഓബർലെയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. ചിമ്പാൻസികളെക്കുറിച്ച് പഠിക്കാൻ ഒരു സെന്ററിൽ പോയ അദ്ദേഹം അവയുടെ വളരെ അടുത്തെത്തി. ഒരു ചിമ്പാൻസി പെട്ടെന്ന് അദ്ദേഹത്തെ കൂട്ടിലാക്കി. ചിമ്പാൻസികൾ അതിക്രൂരമായി അദ്ദേഹത്തെ ആക്രമിച്ചു. അവിടെയുള്ള ജീവനക്കാർ അദ്ദേഹത്തെ രക്ഷിച്ചെങ്കിലും 28-ലധികം ഓപ്പറേഷനുകൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത്. ആൽ സൈമണും കാളയും. 2003 മിനസോട്ടയിലെ കർഷകനായ ആൽ സൈമൺ തൻ്റെ കാളുകളെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വളർത്തിയിട്ടുണ്ട്. അവയെ തനിക്ക് തനിയെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് അദ്ദേഹം കരുതി. പക്ഷേ അത് തെറ്റായിരുന്നു. ഒരിക്കൽ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഒരു കാള അദ്ദേഹത്തെ കുത്തിക്കൊന്നു. കാളയെ എത്ര സ്നേഹിച്ചാലും അതിൻ്റെ കരുത്തിനു മുന്നിൽ മനുഷ്യനൊന്നുമല്ല. അവയ്ക്ക് ദേഷ്യം വന്നാൽ പിന്നെ ആരെയും അനുസരിക്കില്ല എന്നീ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. റൊണാൾഡ് ഹഫും ഉടുമ്പും. റൊണാൾഡ് ഹഫ് ഉടുമ്പുകളെ വീട്ടിൽ വളർത്താൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. മാംസം കഴിക്കുന്ന വലിയൊരു ഉടുമ്പിനെ അദ്ദേഹം വീടിനുള്ളിൽ അഴിച്ചുവിട്ടു. ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു. ഉടുമ്പിൻ്റെ വായിൽ അപകടകരമായ ബാക്ടീരിയകൾ ഉണ്ടാകാറുണ്ട്. 2002 ആ ഉടുമ്പ് കടിച്ചതോടെ റൊണാൾഡ് തളർന്നു വീണത്രേ. പിന്നാലെ അത് അദ്ദേഹത്തെ ഭക്ഷിക്കാനും തുടങ്ങി. ചിലപ്പോൾ മറ്റ് കാരണങ്ങളാൽ തളർന്നു വീണതുമാകാം. എന്നാൽ പോലീസ് വരുമ്പോൾ ഉടുമ്പ് അദ്ദേഹത്തിൻ്റെ മുഖവും കൈകളും കടിച്ചു പറിച്ചിരുന്നു. റൂത്ത് ഹോഡ്ജും നായ്കളും. 2013 പെൻസിൽവേനിയയിലെ റൂത്ത് ഹോഡ്ജ് സ്വന്തം നായകളുടെ കടിയേറ്റാണ് മരിച്ചത്. പിറ്റ് ബുൾ പോലുള്ള അപകടകാരികളായ നായ്കളായിരുന്നു ആ കൂട്ടത്തിൽ. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ റൂത്ത് തന്നെയാണ് ഇവയെ വളർത്തിയത്. അപകടകാരികളായ നായകൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ അവ ഏത് സമയത്തും കടിക്കും. ഒരു ദിവസം റൂത്ത് അവയുടെ കൂട്ടിലേക്ക് ചെന്നപ്പോൾ നായകളെല്ലാം കൂടിച്ചേർന്ന് അവളെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ബോബി ഹോഡ്ജും ചെന്നായകളും. 2004 ബോബി ഹോഡ്ജ് താൻ വളർത്തിയ ചെന്നായകളുടെ ആക്രമണത്തിൽ മരിച്ചു. ചെന്നായകളും മനുഷ്യരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവയെ വളർത്തിയത്. താൻ വളർത്തുന്ന ചെന്നായകൾ തന്നോട് സ്നേഹം കാണിക്കുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹത്തിന് തെറ്റി. ചെന്നായകളെ ഒരിക്കലും മെരങ്ങി വളർത്താൻ കഴിയില്ല. അവ പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയും ആ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. സീഗ്ഫ്രീഡും റോയിയും കടുവയുടെ ആക്രമണം. 2003 ലാസ് വേഗസിലെ പ്രശസ്തമായ ഒരു മാജിക് ഷോക്കിടയിൽ ഒരു വലിയ അപകടം നടന്നു. സ്റ്റേജിൽ വെള്ളക്കടുവയ്ക്കൊപ്പം പരിപാടി അവതരിപ്പിക്കുകയായിരുന്ന റോയ് ഹോണിനെ കടുവ പെട്ടെന്ന് കഴുത്തിൽ കടിച്ചുപിടിച്ച് വലിച്ചിഴച്ചു. ഡോക്ടർമാർ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ രക്ഷിച്ചെങ്കിലും കരിയർ അതോടെ അവസാനിച്ചു. ഈ സംഭവത്തിന് ശേഷം ആ ഷോ എക്കാലത്തേക്കുമായി നിർത്തലാക്കി. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി പൂച്ചയൊക്കെ നിങ്ങളെ എപ്പോഴെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.